എസ്റ്റേറ്റിൽ അവർ അച്ഛനും അമ്മയൊക്കെ തൊഴിലെടുത്ത് ജീവിച്ച് ആ കുട്ടീനെ പഠിപ്പിച്ച് UK ജോബ് കിട്ടി. അവരുടെ അച്ഛൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോൾ 1.5 പവൻ്റെ ഈ സമയത്ത് 1.5 പവൻ്റെ സ്വർണം കൊടുത്തിട്ടാണ് അച്ഛൻ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. അത്രയും ഫീലിങ്ങിലാണ് ആ അച്ഛന് അവരുടെ സന്തോഷം നമ്മളടുത്ത് പങ്കെടുത്തത്. ആ അച്ഛനും അമ്മയും അവരെ സഹോദരങ്ങളും അടക്കം എല്ലാവരും പോയി. എൻ്റെ അയൽവാസികളിൽ 46ഓളം പേര്, എൻ്റെ സർക്കിൾ ഒരു 1/2 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ 46 പേരാണ് മിസ്സായത്. അതിലിപ്പോൾ 5 or 6 പേരുടെ ബോഡി മാത്രമേ കിട്ടിയുള്ളൂ. ക്യാമ്പുകളിലേക്ക് മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതി ഒഴിവാക്കിയിട്ട് ആളുകളെ കേസ് ബൈ കേസ് സെലക്ട് ചെയ്തിട്ട് അവരിലേക്ക് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കണം. ഒന്നും പറയാനില്ലാത്തൊരു സാഹചര്യമാണ്. മാനസികമായിട്ട് ആകെ തകർന്ന് നിൽക്കുന്നൊരവസ്ഥയാണ്. എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ വീട് കംപ്ലീറ്റ് പോയി, എൻ്റെ കട പോയി. അതൊന്നും എനിക്കൊരു വിഷയമല്ല. എൻ്റെ ഫാദറിനെ മദറിനെ അങ്ങനെയുള്ളവരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നുള്ളത്. തലേന്ന് എനിക്ക് എന്തോ ഒരു ബോധോദയം പോലെ അവരെ ഞാൻ കൽപ്പറ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഫാമിലി, ഡയറക്റ്റ് ഫാമിലീസ് എല്ലാം സേഫാണ്. പക്ഷേ